മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, സമാധാനത്തിൻ്റെ ശോഭ പ്രസരിപ്പിക്കാൻ തന്നെ ഏൽപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊണ്ട് മുഴുജീവിതത്തിലും മാതൃകയായ മഹൽ വ്യക്തിത്വമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവസരം ഉപയോഗപ്പെടുത്താനുമാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പ്രവാചകന്റെ കുടുംബജീവിതത്തിലേക്കും വൈവാഹിക ജീവിതത്തിലേക്കുമുള്ള ഒരു ചെറിയ എത്തിനോട്ടം മാത്രമേ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിർവഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ജീവിത ദർശനത്തിൻ്റെ എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ അത് മുഴുവൻ തകർക്കാൻ കുടുംബത്തെ തകർത്താൽ മാത്രം മതി എന്ന് ഭൗതിക സംസ്കാരങ്ങൾ ഏറെ മനസ്സിലാക്കി കഴിഞ്ഞ, അതിനുവേണ്ടി പലതരത്തിലും ഇസ്ലാമിന് പുറത്തു നിന്ന് പണിയെടുത്തിട്ട് വിജയിക്കാത്തതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ അകത്ത് കടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്, സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതം ഇവിടെയും ശാശ്വതമായ ലോകത്തും വിജയിക്കണമെങ്കിൽ ആവശ്യമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാതൃകകൾ, കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വകവെച്ചു കൊടുത്ത അവകാശങ്ങളും ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള ചുമതലകളും കൃത്യപ്പെടുത്തി തന്നതിൻ്റെ, അത് സുന്ദരമായി തൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചു തന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് നമുക്കറിയാം. തൻ്റെ 25-ാമത്തെ വയസ്സിൽ തന്നെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ മൂത്താപ്പ ധാരാളം മക്കളെ കൊണ്ട് പ്രാരാബ്ധം അനുഭവിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി തൻ്റെ സഹോദര പുത്രന് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രമുഖ കച്ചവടക്കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹക്ക് സിറിയയിലേക്ക് കച്ചവടത്തെ പറഞ്ഞയക്കാൻ വിശ്വസ്തനായ ഒരു തൊഴിലാളിയെ തേടുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കച്ചവടക്കാരനായിക്കൊണ്ട്, ഖദീജ ബീവിയുടെ തൊഴിലാളിയായിക്കൊണ്ട് അവരുടെ തൊഴിലാളിയായ മൈസറയോടൊപ്പം സിറിയയിലേക്ക് കച്ചവടത്തിന് പറഞ്ഞയച്ചതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാമായി മാറിയ, ഒരു പ്രവാചകനാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച, പ്രവാചകന് ഏറ്റവും അനുയോജ്യയായ ഒരു ഇണയെ കണ്ടെത്തുന്നതിലേക്ക് വഴിവെച്ച ഘട്ടം എന്ന് നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആ കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് മൈസറയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ കൂട്ടുകാരിയായ നുഫൈസയോട് ഇത്രയും വിശ്വസ്തനായ ഒരു മനുഷ്യനെ എനിക്ക് ഇണയായി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറയുകയാണ്. ഈ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു വിവരം അറിയിച്ചപ്പോൾ, അന്ന് പ്രവാചകരായിട്ടില്ല, ഈ വിവരം അറിയിച്ചപ്പോൾ യാതൊന്നുമേ കയ്യിലില്ലാത്ത, ആരോരുമില്ലാത്ത എന്നെ അവർക്ക് പറ്റുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയായിരുന്നു. നമ്മളത് കാണുന്നുണ്ട് ആ ഒരു രംഗം. ആ സമയത്ത് ഖദീജ ബീവിയുടെ ഒരു മറുപടിയുണ്ട്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. നമ്മൾ താങ്കളുടെ കുടുംബ ബന്ധം, താങ്കളുടെ വിശ്വസ്തത, താങ്കളുടെ സ്വഭാവ മഹിമ, താങ്കളുടെ സത്യസന്ധത, നാലും വരയിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിയിടണം. എന്നിവയാണ് താങ്കളിൽ എനിക്ക് താല്പര്യം ജനിപ്പിച്ചത് എന്ന്. ജീവിതകാലം മുഴുവൻ
തങ്ങളുടെ ജീവിതകാലത്ത് 15 വർഷം പ്രവാചകനാവുന്നതിന് മുമ്പുള്ള അവരുടെ ദാമ്പത്യ ജീവിതം. ആ 25 വർഷത്തെ തന്റെ 65-ാമത്തെ വയസ്സിലാണ് 40-കാരിയായ ഖദീജ ബീവിയെ 25-കാരനായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ട് തന്റെ 65-ാമത്തെ വയസ്സിൽ അവർ പരലോകത്തേക്ക് യാത്രയാവുമ്പോൾ ഇസ്ലാം എന്ന സത്യം തന്റെ 40-ാമത്തെ വയസ്സിൽ വഹ്യ് കിട്ടി പ്രവാചകനാവുന്നതോട് കൂടിയിട്ട് ആദ്യമായി വിശ്വസിച്ച മനുഷ്യൻ തന്റെ പ്രിയതമയായത്. ഓർക്കണം, നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ അവർ അടിവരയിട്ട് പറഞ്ഞതിനെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ തന്റെ പ്രിയതമ്മക്ക് നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതെന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം എന്ന മകൻ ഒഴികെ ബാക്കി എല്ലാ മക്കളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറന്നത് ഖദീജ ബീവിയിലൂടെയായിരുന്നല്ലോ. അവർ മരണപ്പെട്ട വർഷമാണല്ലോ തന്റെ മൂത്താപ്പയും ഖദീജ ബീവിയും മരണപ്പെട്ട വർഷമാണല്ലോ തന്റെ ജീവിതത്തിലെ ദുഃഖവർഷമായിട്ട് ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കോറിയിട്ടത്. ഓർക്കണം പ്രിയമുള്ളവരെ, വഹ്യ് കിട്ടിയിട്ട് അന്ന് ആ ഒരു ഘട്ടത്തിൽ സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേണ്ടാത്തരങ്ങൾക്കിടയിൽ പെട്ടുപോവാതെ ധ്യാനിച്ചിരിക്കാൻ വേണ്ടി തന്റെ പ്രിയതമൻ അങ്ങ് തന്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലമുള്ള ജബലന്നൂറിൽ ഹിറാ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഖദീജ ബീവി എന്തുദ്ദേശത്തോടെയായിരുന്നു നമ്മൾ ചിന്തിക്കുക? ഇണയോടുള്ള സ്നേഹം, അവർ തമ്മിലുള്ള ഇണത്തുണ പൊരുത്തത്തിന്റെ ആഴം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്റെ പ്രിയതമൻ എത്തിയിട്ടില്ലെങ്കിൽ ഭക്ഷണവും കൊണ്ട് തിരഞ്ഞു നടക്കുന്ന ഖദീജ ബീവിയെ നമ്മൾ കാണുന്നില്ലേ? ഖദീജ ബീവിയിലൂടെ, അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ പാഠങ്ങളെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വലയിൽ വിവാഹം പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വിവാഹം ഏറെയേറെ പല കാരണങ്ങളും പറഞ്ഞ് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിവാഹത്തിന്റെ മൂല്യം, ധാർമ്മികത, സദാചാര ബോധം, കെട്ടുറപ്പുള്ള ഒരു കുടുംബം, കാര്യബോധമുള്ള ഒരു വ്യക്തിയാക്കി ഒരു മനുഷ്യനെ മാറ്റുന്നതിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന വിവാഹത്തെ നിരസിച്ചുകൊണ്ടിരിക്കുന്ന, അതിലൂടെ മുതലെടുപ്പിന് വേണ്ടി പല തലത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശ്രമത്തിന് പങ്കുകൊള്ളാൻ, അതിന് വശംവദരാവാൻ നമ്മളടക്കം പെട്ടുപോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ വിവാഹത്തിന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന പ്രാധാന്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ മഅ്ശറ ശബാബ്, യുവസമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വിവാഹത്തിന് സമയമായാൽ, വിവാഹത്തിന് വേണ്ട സംവിധാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാൽ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ആ വിവാഹത്തിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ അത് യുവാക്കളോടും യുവതികളോടും പറയുകയാണ്. നിങ്ങൾ വിവാഹം കഴിക്കണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഫഇന്നഹു അഅല്ല ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജി, അത് ഈ വിവാഹത്തിലൂടെ അത് നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കുകയും ലൈംഗിക വിശുദ്ധി നിലനിർത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കുമ്പോൾ വന്നു ചേരുന്ന അബദ്ധമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിനുള്ള സൗകര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവാഹത്തിന്റെ സമയമായാൽ, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഭൂമിയിൽ കുഴപ്പങ്ങൾക്ക് കാരണമായി തീരും, വ്യാപകമായ നാശത്തിനും അത് ഭൂമിയിൽ വഴിയൊരുക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എത്രമാത്രം അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തന്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്ന ആ ഒരു ഘട്ടത്തിൽ പ്രവാചകനായിട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയ ആ സന്ദർഭത്തിൽ ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ച് വിറവറച്ചുകൊണ്ട് വേച്ച് ഈ 5 കിലോമീറ്റർ നടക്കുന്ന സമയത്ത് ആലോചിച്ചു നോക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലമീൻ എന്ന് വിളിച്ച, ആരോരും ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഏത് പ്രശ്നത്തിനും
തന്നെ അതിൻ്റെ ആധാരമായി കാണുന്ന ഒരു വ്യക്തിക്ക് വഴിയോരങ്ങളിൽ ആരോരുമില്ലാഞ്ഞിട്ടല്ലല്ലോ തന്നെയൊന്ന് വിറമാറ്റിത്തരൂ, എനിക്കല്പം കുടിക്കാൻ വെള്ളം തരൂ എന്ന് ചോദിക്കാൻ ആരോരുമില്ലാഞ്ഞിട്ടല്ലല്ലോ 5 കിലോമീറ്റർ വിറച്ച് നടന്ന് തൻ്റെ പ്രിയതമയുടെ അടുക്കലെത്തി എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബന്ധമാണ്, ആ ആഴമുള്ള ബന്ധമാണ് പ്രിയമുള്ളവരെ നമുക്കിടയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമാവേണ്ടത്. അങ്ങനെ വന്ന് വീട്ടിലെത്തിയ സമയത്ത് വിറച്ചുകൊണ്ട് വന്ന് പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ പുതപ്പിച്ചു കൊടുത്ത പ്രവാചകരെ വിറമാറിയതിന് ശേഷം, പ്രിയമുള്ളവളെ എനിക്ക് വല്ലതും സംഭവിക്കുകയാണോ എന്നെനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ധൈര്യപൂർവം പ്രവാചകരെ സമാധാനിപ്പിച്ച ഖദീജ ബീവിയുടെ വാക്കുകൾ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ കോറിയിടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലും താങ്കളെ അല്ലാഹു താങ്കൾക്കൊരു വിഷമവും ഉണ്ടാക്കുകയില്ല. കാരണം നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നു. സുബ്ഹാനല്ലാഹ്, പ്രവാചകനാവുന്നതിന് മുമ്പാണ്. നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നു, വർത്തമാനത്തിൽ സത്യസന്ധത പുലർത്തുന്നു, മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നു, ഇല്ലാത്തവന് സമ്പാദിച്ചു കൊടുക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു, വിപത്തുകളിൽ ജനങ്ങൾക്ക് സഹായവുമായി ഓടി നടക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങളെ റബ്ബ് കൈവിടുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സഹധർമ്മിണി. ഇവിടെയാണ് നമ്മുടെ ഇണതുണ ബന്ധങ്ങളിൽ എത്ര തന്നെ വിഷമം നിറഞ്ഞ ഘട്ടങ്ങൾ തൻ്റെ ഇണക്ക് വന്നു ചേർന്നാലും അതിൽ പരസ്പരം സമാധാനിപ്പിക്കുന്ന ഇണകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശേഷം പരിഹാരം കാണുകയാണ്. നമുക്ക് പോയി നോക്കാം ഇതുപോലുള്ള ചില സംഭവങ്ങൾ. എൻ്റെ പിതൃവ്യപുത്രൻ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫൽ പല സന്ദർഭങ്ങളിലും കഥ പറഞ്ഞു തരുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് തൻ്റെ പ്രിയതമനെ കൈപിടിച്ചുകൊണ്ട് അവിടേക്ക് ചെന്ന് ചേർന്ന് മൂസ അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്ന ആ മാലാഖ, ജിബ്രീൽ മാലാഖ തന്നെയാണ് താങ്കളുടെ അടുക്കലും വന്നിരിക്കുന്നത്, താങ്കളെ പ്രവാചകനായി റബ്ബ് നിശ്ചയിച്ചതാണ് എന്നതിൽ ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ ഉടനെ ഖദീജ ബിവി ആദ്യ വിശ്വാസിയായി മാറുന്നത് പ്രിയമുള്ളവരെ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. വിശദീകരിച്ചു പറയുകയല്ല, ആ ഒരു വശം ഞാൻ കൂടുതൽ സൂചിപ്പിച്ചത് അതിലൂടെ നമുക്കിന്ന് കിട്ടേണ്ടുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ 2ഉം 3ഉം 4ഉം മക്കളായതിനു ശേഷം വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരടക്കം വിട്ടുവീഴ്ചയില്ലാത്ത മനസ്ഥിതിയോടുകൂടി കുടുംബ ബന്ധങ്ങളെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതും അധാർമികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഓൺലൈനായും ഓഫ്ലൈനായും കാണേണ്ടതും കാണേണ്ടാത്തതും മുഴുവനും കണ്ട് അത് കുടുംബത്തിന്റെ തകർച്ചയിലേക്ക്, തങ്ങളുടെ ഇണകളെക്കുറിച്ചുള്ള സംശയങ്ങളിലേക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പറയേണ്ടതും പറയേണ്ടാത്തതും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും സംവദിച്ചു കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന്റെ പേരിൽ മാത്രം എനിക്കറിയാം പല കുടുംബ പ്രശ്നങ്ങളിലും ഇടപഴകുമ്പോൾ ഞങ്ങളുടെ രഹസ്യ ജീവിതമടക്കം ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു ഭർത്താവിന്റെ കൂടെ ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മുഖം ഞാൻ കാണുന്നുണ്ട്. അവിടെയാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം സംഗതികളിൽ നമുക്ക് തന്ന പാഠങ്ങൾ നമ്മൾ മറന്നുപോയതിന്റെ ഫലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന മിൻ അശർരിൻ നാസി ഇൻദല്ലാഹ് മൻസിലതൻ യൗമൽ ഖിയാമത്ത് അർറജുലു യുഫ്ലി ഇലൽ മർഅതി വതുഫ്ലി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹ. പരസ്പരം അടുത്തിടപഴകി കഴിഞ്ഞ ശേഷം ഭാര്യയുടെ രഹസ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പുരുഷന്മാരത്രേ പുനരുദ്ധാന നാളിൽ അള്ളാഹുവിങ്കൽ ഏറ്റവും മോശമായ സ്ഥാനമുള്ളവൻ എന്ന് അന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു തമാശയായിക്കൊണ്ട് പറയാനുള്ളതല്ല ഇത്തരം നമ്മുടെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അതാണായാലും പെണ്ണായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വശം അവിടെ ഇല്ലേ പ്രിയമുള്ളവരെ? വളരെ അള്ളാഹുവിന്റെ ഏറ്റവും മോശമായ സ്ഥാനമുള്ളവർ അവരാണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു സന്ദർഭത്തിലാണല്ലോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരം കഴിഞ്ഞ ശേഷം പുറകോട്ട് തിരിഞ്ഞിരുന്ന് എഴുന്നേറ്റ് പോകുന്നവരോട് പറയുകയാണ്, ഇങ്ങോട്ട് വരിയിരിക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ആ സദസ്സ് നമ്മളിങ്ങനെ കണ്ടുവെക്കുക,
നിങ്ങൾക്കിടയിൽ ഭാര്യാഭർത്തൃബന്ധം പുലർത്തിയതിനു ശേഷം പുറത്തുപോയി ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറയുന്നവരാരെങ്കിലുമുണ്ടോ? ചോദിക്കുകയാണ് മുഖത്ത് നോക്കിയിട്ട്. എല്ലാവരും മൗനം പാലിക്കുകയാണ്, ആരും മിണ്ടണില്ല. ആ സമയത്ത് സ്ത്രീകളുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ ഈ രൂപത്തിൽ പറഞ്ഞു നടക്കുന്നവർ? ആരും മിണ്ടണില്ല. അപ്പോൾ ഒരു സഹോദരി ധൈര്യപൂർവം എഴുന്നേറ്റ് നിന്നിട്ട് അവരെ പ്രവാചകൻ കാണണം എന്നുള്ള അർത്ഥത്തിൽ മുട്ടുകുത്തി നിന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, പ്രവാചകരെ, അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അത്തരക്കാർ. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൊടുത്തൊരു മറുപടിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. പുറം ലോകത്ത് പച്ചയായി മനുഷ്യർക്കിടയിൽ നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് സമമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന പണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇത് ഞാൻ ഇത്തരത്തിൽ ഊന്നിപ്പറയാനുള്ള കാരണം, എന്തും പച്ചയിൽ കാണുന്ന കാലഘട്ടത്തിൽ അത് ഇതിനകത്തുകൂടെയും കാണാം, നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഓഫീസുകളിലും കാണാം, നടന്നു നീങ്ങുന്ന വഴിയുടനീളം കാണാം പച്ചയായ പച്ച ശരീരങ്ങൾ. അത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ അവിഹിത ബന്ധങ്ങളിലേക്ക് പെട്ടുപോകുന്നതിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചൂരൽമല മേഖലയിൽ വിഷമം അനുഭവിച്ച കുടുംബങ്ങളിലൂടെ അവർക്ക് സമാശ്വാസ വാക്കുകളുമായിട്ട് അല്പം നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഖുർആനിലൂടെ നമുക്ക് കഴിയോ എന്ന് നോക്കിയിട്ട് സഞ്ചരിച്ച സമയത്ത് തല മുഴുവനും പൊട്ടിക്കീറി വലിയ തുന്നുകളോട് കൂടിയിട്ടുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, എനിക്കുറപ്പാണ്, ഞങ്ങൾ പറയായിരുന്നു ഞങ്ങളുടെ നാട് എത്ര സുന്ദരമായ നാടായിരുന്നു, നശിക്കാനായിട്ടുണ്ട് നമ്മുടെ നാട്. റിസോർട്ടുകളും അതിനുവേണ്ട സംവിധാനങ്ങളും ഒരുക്കി വ്യഭിചാരം നടക്കുന്നു നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട് നശിക്കാനായിട്ടുണ്ട് എന്ന് നമുക്ക് രാത്രി ഇത്ര ഒരുമയുള്ള നമ്മുടെ ഈ മുണ്ടക്കയിലൂടെ ചൂരൽമലയിലൂടെ ഇനി നമുക്ക് നടക്കാൻ കഴിയില്ല മക്കളെ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രിയമുള്ള സഹോദരി തൻ്റെ ഭർത്താവിനെ ചുമരും മതിലും ഇടിച്ച് ആ ജനൽപ്പാളി പിളർന്ന് തൊട്ടടുത്ത് കിടന്ന പ്രിയതമനെയും ചേർന്ന് കിടന്ന ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്ന സ്വന്തം മകനെയും ഉമ്മയെയും ഒഴുക്കിക്കൊണ്ടുപോയ വെള്ളത്തിൽ ഒരു സ്ലാബിൽ കിടന്ന് മുറുക്കി പിടിച്ച് തലയിലോളം വലിയ വലിയ കല്ലുകളും മരങ്ങളും വന്ന് ഇടിച്ച് വലിയ ഓപ്പറേഷൻ കഴിഞ്ഞൊരു സഹോദരി എഴുന്നേറ്റിരുന്ന് പറയുകയാണ്. ആലോചിക്കണം, ഒരു പ്രിയപ്പെട്ട വാപ്പ, അദ്ദേഹം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമേറിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സങ്കടം എന്നോടൊപ്പം കിടന്ന എൻ്റെ പ്രിയതമ്മ, അവൾ ഡയാലിസിസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവളുടെ കൈകളാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ദിവസം പോലും അവൾ അവളുടെ വീട്ടിൽ പോലും പോയി നിൽക്കാറില്ല. ആ ഒരു സ്നേഹബന്ധം ഇന്നത്തെ തലമുറയിലെ നമ്മുടെ യുവ കുടുംബങ്ങൾക്ക് ഉണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പറയുന്നത് ദാമ്പത്യ ബന്ധത്തിലെ ഊഷ്മളത എത്ര വിവരിച്ചാലും നമുക്ക് കഴിയില്ല. പ്രവാചകന്റെ ജീവിതം എത്ര സുന്ദരമായിരുന്നു. കുടുംബത്തിൽ വീട്ടുകാര്യങ്ങളിൽ എല്ലാം സഹായിക്കുന്ന, കുടുംബത്തിൽ വന്നാൽ തങ്ങളുടെ പ്രിയതമന്മാരോടൊപ്പം മറ്റ് ഖദീജ ബീവിയുടെ മരണശേഷം വിവാഹം കഴിച്ച മറ്റു ഭാര്യമാരുടെ ഒക്കെ കൂടെ വൈകുന്നേരങ്ങളിൽ നാട്ടിലുള്ള സമയത്ത് എല്ലാവരുടെ പുരയിലും പോയി വർത്തമാനം പറഞ്ഞ് രാത്രിയിലെ ഊഴമുള്ളവരുടെ വീട്ടിൽ പോയി അവരുടെ അടുക്കലെത്തുമ്പം അവരെ പോലെ താഴ്ന്ന് അവരോടൊപ്പം കളിച്ച് അവർക്ക് ഉല്ലസിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, പെൺകുട്ടികളോട് ഏതർത്ഥത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, തൻ്റെ പ്രിയ പെൺമക്കൾ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ആദരിച്ച ഒരു ഉപ്പ, തൻ 3 പെൺമക്കളുണ്ടെങ്കിൽ സ്വർഗം ഉറപ്പ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പേരമക്കളിലൂടെ അൽസിമു ഔലാദക്കും വഅഹ്സിനു അദബഹും, മക്കളോടൊപ്പം നിൽക്കുക, എന്നിട്ട് അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അത് കൗമാരപ്രായമെത്തിയാൽ അക്രിമു ഔലാദഹും, നിങ്ങൾ അവരെ പരിഗണിക്കുക, എന്നിട്ട് അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കളെ
ആൺമക്കളെയും പെൺമക്കളെയും പ്രായഘടനയനുസരിച്ച് അവർക്ക് നൽകിയ പാഠങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിൽ ഏറെ ശ്രദ്ധിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം മുറിച്ചിട്ടവരെ അവരുടെ കർമ്മം വെള്ളിയാഴ്ച രാവിൽ അവിടെ ഒന്നുമേ സ്വീകരിക്കാതെ വലിച്ചെറിയുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രവാചകൻ കൊടുത്ത പ്രാധാന്യം, കുടുംബത്തിന് പ്രവാചകൻ ഏറ്റവും സുന്ദരമായ ഒരു കുടുംബമായി നിലനിൽക്കാൻ പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങൾ, പ്രിയമുള്ളവരെ, മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത പഠനമാണ്. അത് പഠിച്ചുകൊണ്ട്, അത് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ മാറ്റിയെടുത്താൽ ഇൻഷാ അല്ലാഹ് നല്ല ഒരു തലമുറയെ നമുക്ക് നിലനിർത്താൻ സാധിക്കും, നല്ലൊരു സമൂഹത്തെ നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.